ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തികളെ പറ്റി നമ്മുടെ കൂടെയുള്ളവർ പറയുന്നത് കേൾക്കാം. പാപ്പാന്ന് പറയുമ്പോൾ പിന്നെ അതൊരു ഇതാണല്ലോ, നമുക്ക് കൊണ്ട് ഒരുപാട് ഉറക്കൊണ്ട് കഷ്ടപ്പെട്ട് ഇപ്പോഴും ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നു. കൈ കിട്ടുന്ന എന്തായാലും ഉള്ള കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ട് തരാൻ പെൻഷൻ കിട്ടിയാലും ഇപ്പോഴും നോക്കുന്നുണ്ട്. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പെൺകുട്ടികളെ കൂടുതലും അച്ഛന്മാരായിരിക്കും. അച്ഛന്മാരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഇന്ന് വരെയും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അച്ഛൻ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനെ തന്നെയാണ്. അച്ഛൻ തന്നെയാണ്. പെൺകുട്ടികൾക്ക് അല്ലെങ്കിലും കൂടുതൽ അച്ഛനെ തന്നെയാണ് ഇഷ്ടം. എൻ്റെ പപ്പ ഇപ്പോൾ ബാങ്ക് എംപ്ലോയി ആണ്. പപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, പഠിത്ത കാര്യത്തിൽ എനിക്കിഷ്ടമുള്ള ഒന്നും പഠിക്കാൻ പപ്പ എതിര് നിന്നിട്ടില്ല. എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, ഇഷ്ടമുള്ള വിഷയം പഠിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ പപ്പയായാലും അമ്മയായാലും സപ്പോർട്ടായിരുന്നു. ഫുൾ സപ്പോർട്ട്. ഇപ്പോൾ എൻ്റെ മുടി വെട്ടുന്ന കാര്യം തന്നെ ആയാലും പപ്പ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ അച്ഛൻ പോലീസിലാണ്. അപ്പം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ ഓരോ കുട്ടികൾ അവർ താജ്മഹൽ പോയി അങ്ങനത്തെ പടങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ അച്ഛൻ പോലീസിലും അമ്മ നേഴ്സിലുമാണ്. രണ്ടുപേരും ഗവൺമെൻറ് സർവീസിലായതുകൊണ്ട് ഇങ്ങനെ ശനി ഞായർ ഉൾപ്പെടെ അവധി കിട്ടാത്തൊരു ജോലിയാണ്. പക്ഷെ അന്ന് എനിക്ക് ദേഷ്യ സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞൊന്ന് ആലോചിക്കുമ്പോഴത്തേക്കും അവരുടെ രണ്ടുപേരുടെ ജോലിയിലും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അവരുടെ മകളായിട്ട് ജനിക്കാൻ പറ്റിയാലും എനിക്ക് ഒരുപാട് സന്തോഷം. ഒരു റിയൽ അച്ഛൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, അതെല്ലാം അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു. സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവും, ഫ്രണ്ട്ലി ആവേണ്ട അടുത്ത് ഫ്രണ്ട്ലി ആവും. അപ്പോൾ അങ്ങനെ എല്ലാം ബാലൻസ്ഡ് ആണ്. അച്ഛനാണ് ലൈഫിൽ മെയിൻ എന്ന് പറയുന്നത്. അമ്മേനേക്കാളും ഞാൻ അറ്റാച്ച്ഡ് അച്ഛൻ്റെ അടുത്താണ്. പുള്ളിക്കാരനാണ് എൻ്റെ പഠിത്തത്തിനും എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നത് അച്ഛനാണ്. ഹാപ്പി ടു സീ പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തോ ചോദിച്ചാലും അമ്മ സമ്മതിച്ചില്ലെങ്കിലും അച്ഛൻ എന്റെ അലോ ചെയ്തതും വിടുന്നതും ഒക്കെ അച്ഛനാണ്. പിന്നെന്താ, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് പോലെ. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ ഭയങ്കര അടിയാവും. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് പാച്ചപ്പായി വരും. അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് ഓർമ്മിച്ച് വെക്കുന്ന ആളല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും ഒരു അച്ഛനാണ്, എനിക്ക് 2 മക്കളും. നമുക്ക് അച്ഛനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ശരിക്കും പറഞ്ഞു അത് എങ്ങനെ പറയാം, എന്ത് പറയാമെന്ന് അറിയാൻ പറ്റില്ല. ഫാദേഴ്സ് ഡേക്ക് എൻ്റെ അച്ഛനെ എൻ്റെ വാപ്പാക്ക് ഞാനൊരു സല്യൂട്ട് ചെയ്യും. അച്ഛനെ പറ്റിയുള്ള ഓർമ്മകളെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളുടെ ദിനത്തിൽ അച്ഛൻ വളർത്തി ഇത്രയും വലുതാക്കിയതിന് അച്ഛനോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ഗതി തന്നെ നിയന്ത്രിച്ചത് എൻ്റെ പിതാവാണ്. പലപ്പോഴും നമ്മുടെ പിതാക്കന്മാരൊക്കെ മീശ പിരിച്ചും ഗാംഭീര്യം കാട്ടിയും ഒക്കെ നടക്കുന്ന നമ്മളെ പലപ്പോഴും റിബലുകളായി കാണുന്നത് പിതാക്കന്മാരെയാണ്. ഈ പിതാവിൻ്റെ ദിനത്തിൽ അപ്പന്മാരെ ഒന്ന് ചേർത്ത് പിടിപ്പാൻ, അവരെ ആശ്ലേഷിപ്പാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. എല്ലാവിധമായ ആശംസകളും പുതിയ ജനറേഷന് ഈ ദിനത്തിൽ അർപ്പിക്കുകയാണ്. പിതാക്കന്മാർക്ക് ആശംസകൾ അറിയിക്കുന്നു. താങ്ക്സ്. എൻ്റെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നേ. അപ്പോൾ ഉപ്പ എപ്പോഴെങ്കിലും നാട്ടിൽ വരുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ശത്രുവായിരുന്നു ഒരു സമയത്ത്, ഭയങ്കര ശത്രുവായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിപ്പോൾ വരണ്ട, ഉപ്പ ഫോൺ വിളിക്കണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ്സിലാവുന്ന സമയത്താണ് ഉപ്പ നാട്ടിലെത്തുന്നതും എനിക്കൊരു റിയലൈസേഷൻ വരുന്നതും. എൻ്റെ അഡോളസൻസിലെത്തുമ്പോഴാണ് ഞാൻ ഓക്കെ ഉപ്പ അതല്ല എന്നുള്ളതും. ഉപ്പാക്ക് സുഖമില്ലാണ്ട് ഉപ്പ പ്രവാസിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു, എനിക്ക് ഉപ്പാനെ അധികം കിട്ടിയിട്ടില്ലല്ലോ, ഉപ്പാൻ്റെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഉപ്പ വന്ന് ഉപ്പാൻ്റെ കൂടെ നിന്ന്, പണ്ടൊന്നും ഞാൻ ഉപ്പാനെ ഹഗ് ചെയ്യൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഉപ്പാൻ്റെ അടുത്ത് പോയി ഉപ്പാനൊക്കെ ഹഗ് ചെയ്ത് കിസ് ചെയ്ത് അപ്പോൾ ഒരു പണ്ട് ഉപ്പാന്ന് പറഞ്ഞാൽ സീരിയസ്ലി എന്നോട് ആരെങ്കിലും ഉമ്മയാണോ ഉപ്പാനോ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഉപ്പാനെ ഇഷ്ടമില്ല, ഉമ്മാനെ ഇഷ്ടം എന്ന് പറയുമായിരുന്നു. ഉപ്പാനെ ഇഷ്ടമില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷെ ഇപ്പം ശരിക്കും ഉപ്പ ഞാൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറി. എനിക്ക് പപ്പ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലോട്ട് ഇതേപോലെ പ്രവാസിയില്ല, പക്ഷെ നാട്ടിൽ തന്നെയാണ്. വീക്കെൻഡ്സ് ആകുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ പപ്പ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ വരുന്ന ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. വീക്ക് ഡേയ്സ് വീട്ടിലുണ്ടാവില്ല, വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരും. അപ്പോൾ ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് ആകുമ്പോഴത്തേക്കും നോക്കിയിരിക്കും. വന്നു കഴിഞ്ഞാൽ കുറേ കഥ പറച്ചില്ല, പപ്പ എന്തെങ്കിലും കൊണ്ടുവരുന്നത് നോക്കിയിരിക്കും, എന്താ കൊണ്ടുവരാന്നുള്ളത് നോക്കിയിരിക്കും. പിന്നെ ആ ഒരാഴ്ച നടന്ന കാര്യങ്ങളൊക്കെ പറയും, പപ്പയുടെ കാര്യങ്ങൾ പറയും. പിന്നെ മൺഡേ തിരിച്ചു പോകും. മൺഡേ രാവിലെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എണീക്കുന്നതിന് മുന്നേ തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു വീക്ക് ഡേയ്സ് മൊത്തം വെയിറ്റ് ചെയ്ത് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ആളെ കണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പറ്റുന്നത്രയും മാക്സിമം ചെയ്ത് നല്ലപോലെ കഷ്ടപ്പെട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ ആക്കി. അപ്പോൾ പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്. ഹായ്, എൻ്റെ പേര് സുനി എസ് പൗലോസ്. ആക്ച്വലി എനിക്കെപ്പോഴും അച്ഛൻ്റെ പേര് ചേർത്ത് പറയാനാണ് എപ്പോഴും ഇഷ്ടം. ബിക്കോസ് ഹീ സ്ട്രഗിൾഡ് എ ലോട്ട് ഇൻ ഹിസ് ലൈഫ്. ആക്ച്വലി ഹീ സ്റ്റാർട്ട് ഏർണിംഗ് ഫ്രം ഹിസ് 14th ഏജ്.
ഒരു നേരത്തെ ഫുഡിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളെ പിന്നെ പപ്പയുടെ ലൈഫിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പപ്പ ഒറ്റയടിക്ക് സക്സസ് ആയി വന്ന ഒരാളോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം കൂടെ വെട്ടിപ്പിടിച്ച ഒരാളോ ഒന്നുമല്ല. മക്കൾക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് പപ്പ. ഫാമിലിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു ലൈഫാണ് പപ്പയുടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ദ പാരൻസ് ആസ് വെൽ ആസ് ദ കിഡ്സ്. ആൻഡ് ദെൻ എൻ്റെ അച്ഛൻ്റെ മെമ്മറി എന്ന് വേണമെങ്കിൽ കറക്റ്റായി പറയാം. പുള്ളിക്കാരൻ മരിച്ചിട്ട് 2 വർഷമാകുന്നു. സോ മീൻസ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അച്ഛൻ പോകുമ്പോഴാണ് ആ ഒരു വലിയൊരു വിടവ് നികത്താൻ പറ്റാത്തൊരു തീരെ വേദനയായിട്ട് ഇപ്പോഴും ഓൾറെഡി മനസ്സിലുണ്ട്. പണ്ടത്തെ കൂടുതൽ ഓർമ്മയെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഈ സാലറി കിട്ടുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ ചിക്കനും അതേപോലെ തന്നെ പൊറോട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടാക്കനെയാണ്. സോ നമുക്കാണെങ്കിൽ ആ സാലറി കിട്ടുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് അറിയത്തില്ല. ബട്ട് ടു ബി ഫ്രാങ്ക് ഇപ്പോഴും ആ ഒരു വാല്യൂ പഠിപ്പിച്ച് തന്ന അച്ഛനോട് സത്യം പറഞ്ഞാൽ വളരെ തന്നെ നന്ദിയുണ്ട്. എങ്ങനെ ഭക്ഷണത്തിൻ്റെ കേസായാലും ശരി തന്നെ, നമ്മളെ വേസ്റ്റേജിൻ്റെ കേസും സ്പെൻഡിങ്ങിൻ്റെ കേസും ഇതെല്ലാം പഠിപ്പിച്ചത് അച്ഛനാണ്. ഒരു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിലയിലെത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അച്ഛൻ തന്നെയാണ്. സോ താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ഫാദേഴ്സ് ഡേ.